പല ദർശനമുണ്ടാകില്ല, പക്ഷേ ചേട്ടൻ ഷോയ്ക്കായി കാത്തിരിക്കാം. ചെന്നൈ സൂപ്പർ കിങ്സ് സീസണിലെ ആദ്യ പോരിനിറങ്ങുമ്പോൾ മിക്സഡ് ഫീലിംഗിലാണ് ആരാധകർ. അവരുടെ ഒരു വർഷത്തെ കാത്തിരിപ്പ് മുഴുവൻ തല MS ധോണി ആകെ കളത്തിലിറങ്ങുന്ന 2 മാസക്കാലം കണ്ണിറയെ കാണാനും ആഘോഷമാക്കാനുമുള്ളതാണ്. എന്നാൽ കാലിലെ പരുക്കുമൂലം ധോണി ആദ്യ 2 ആഴ്ച കളിക്കാനുണ്ടാവില്ല. അതേസമയം 2020 ലോകകപ്പിലെ ഉജ്ജ്വല പ്രകടനത്തിന് ശേഷം ടൂർണമെന്റിന്റെ താരമായ ചേട്ടൻ സഞ്ജു സാംസൺ ചെന്നൈ കുപ്പായത്തിൽ അരങ്ങേറ്റം കുറിക്കുന്നുണ്ട്. എന്നാൽ സഞ്ജുവിന് ആദ്യ പോരാട്ടം അല്പം വൈകാരികം. സഞ്ജുവിനെ സഞ്ജുവാക്കിയ 11 വർഷക്കാലം കളിച്ച രാജസ്ഥാൻ റോയൽസിനെതിരെയാണ് ബാറ്റ് എടുക്കേണ്ടത്. ചെന്നൈ വിട്ട് രാജസ്ഥാനിലേക്ക് തിരിച്ചെത്തിയ രവീന്ദ്ര ജഡേജയ്ക്കും സെയിം ഫീലിംഗ്. കഴിഞ്ഞ സീസണിൽ പോയിന്റ് പട്ടികയിൽ അവസാന സ്ഥാനക്കാരായതിന്റെ ക്ഷീണം തീർക്കാനാണ് ചെന്നൈയും രാജസ്ഥാനും ഇത്തവണ ഇറങ്ങുന്നത്. വയസ്സൻ പടയെന്ന ചീത്തപ്പേരുണ്ടായിരുന്ന ചെന്നൈ അടിമുടി മാറി. ഋതുരാജ് ഗെയ്ക്വാദ് നയിക്കുന്ന ടീമിൽ ആയുഷ് മാത്രയ്ക്കും ധവാൾ ബ്രവിസിനും പുറമെ ലേലത്തിൽ 14 കോടി വീതം കൊടുത്തു വാങ്ങിയ കാർത്തിക് ശർമ്മയും പ്രശാന്ത് വീറുമുണ്ട്. സഞ്ജുവിനൊപ്പം ശിവൻ ദുബെ, സർഫറാസ് ഖാൻ എന്നിവരുടെ എക്സ്പീരിയൻസും മഞ്ഞപ്പടയ്ക്ക് മുതൽക്കൂട്ടാവും. ഖലീൽ അഹമ്മദ്, മാറ്റ് ഹെൻറി, ജാമി ഓവർട്ടൺ എന്നിവരിലാണ് ചെന്നൈയുടെ ബൗളിംഗ് പ്രതീക്ഷകൾ. അദ്ഭുത ബാലൻ വൈഭവ് സൂര്യവംശി, യശസ്വി ജയ്സ്വാൾ, ക്യാപ്റ്റൻ റിയാൻ പരാഗ്, ധ്രുവ് ജൂറൽ, ഷിംറോൺ ഹെറ്റ്മയർ തുടങ്ങിയ യുവതാരങ്ങളുടെ ചോരത്തിളപ്പിലാണ് രാജസ്ഥാന്റെയും പ്രതീക്ഷകൾ. രവീന്ദ്ര ജഡേജയും രവി ബിഷ്ണോയുടെയും തിരിച്ചുവരവ് ബൗളിംഗ് നിരയെയും സ്ട്രോങ് ആക്കി. അവസാനം കളിച്ച 10-ൽ 8-ലും ചെന്നൈക്കെതിരെ ജയിച്ചെന്നതും രാജസ്ഥാന്റെ ആത്മവിശ്വാസം കൂട്ടും. സ്പോർട്സ് ഡെസ്ക് 24.